ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തത് ഒരു റമളാൻ ഫുൾ ഡേ വ്ലോഗാണ്. ഫുൾ ഡേ എന്ന് പറയാൻ പറ്റൂല, ഒരു 11-12 മണിയെല്ലാം ആകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ വീഡിയോ ആണ് കേട്ടാ. അപ്പോൾ ഇതാ തിരക്കിട്ടിട്ട് കുറച്ച് ടോപ്പെല്ലാം ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ തിരക്ക് പിടിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുന്നതിന്റെ തലേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടാ. അപ്പോൾ അവിടെ പോകുമ്പോൾ മാത്രമേ ഞാൻ ഇതുപോലത്തെ ടോപ്പ് പോലത്തെ കുർത്ത പോലത്തെ സംഭവങ്ങളെല്ലാം ഇടലുള്ളൂ. അപ്പോൾ കുറച്ച് ഷേപ്പ് ചെയ്യാനും അങ്ങനെയെല്ലാം ഉണ്ടേനു. അപ്പോൾ അതെല്ലാം അങ്ങനെ ചെയ്യലാണ് കേട്ടാ. ഈ ഒരു സീം മെഷീൻ ഉണ്ടാ, മിനി സീം മെഷീൻ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 1500 രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടാ ഉണ്ടായത്. അപ്പോൾ ഇത് വർക്കിംഗ് എല്ലാം മാറ്റി റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോകുന്നതിന്റെ അന്നാണ് കേട്ടോ ഇത് വർക്ക് ചെയ്തത്. അപ്പോൾ മെഷീനെ പറ്റി ABCD അറിയാത്ത ഞാൻ എന്തെല്ലോ തരികിട പണിയെല്ലാം നോക്കിയിട്ട് മെഷീനെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി നിന്നതേനു. നോക്കുമ്പോൾ യൂട്യൂബെല്ലാം നോക്കി അങ്ങനെ കണ്ടുപിടിച്ചിട്ടെല്ലാം നല്ല അടിപൊളി മെഷീൻ തന്നെയാണ് കേട്ടോ. മാഷാഅല്ലാഹ് ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അത്യാവശ്യം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനും കീറിയതെല്ലാം അടിക്കാനും എല്ലാത്തിനും നല്ല യൂസ്ഫുൾ ആണ്. നല്ല മെഷീൻ തന്നെയാണ് കേട്ടോ. വീട്ടിൽ എന്തായാലും ഒരു മെഷീൻ വേണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ കീറിയതും എല്ലാം എന്ത് ചെറിയൊരു ഇതുണ്ടെങ്കിൽ തന്നെ പുറത്തു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുത്താണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഇതാ നല്ല സ്റ്റിച്ചിങ് എല്ലാം കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് എല്ലാം വീഴുന്നുണ്ട്. അപ്പൊ വാങ്ങിയത് എന്തായാലും വേർത്തായി എന്ന് തോന്നി. പിന്നെ ഇതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഈ 2 ഡയപ്പർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നത്. അപ്പോൾ ഡയപ്പറും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതും ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുമ്പോൾ മാത്രം വാങ്ങിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം കുറച്ച് ഉണ്ടാകും, പിന്നെ പുറത്തേക്കെല്ലാം പോകുമ്പോൾ യൂസ് ചെയ്യാൻ. വീട്ടിൽ നിന്നും രാത്രിയൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ അങ്ങനെ വാങ്ങേണ്ട വരത്തില്ല. പിന്നെ ഓഫർ കണ്ടുകൊണ്ട് അങ്ങനെ 2 കോംബോ പാക്ക് വാങ്ങിച്ചതാണ്. നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടാ. 750-800 ആ ഒരു റേഞ്ചിലാണ് കിട്ടിയത്. രണ്ടും കൂടി 1200 അങ്ങനെ ആവുമല്ലോ. അപ്പൊ നമുക്കൊരു 400 രൂപയോളം ഓഫർ കണ്ടപ്പോ അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറന്റെ പ്രിപ്പറേഷനിലേക്കെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മസാല ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഉള്ളിയാണല്ലോ മെയിനായിട്ട് കട്ട് ചെയ്യാനുണ്ടാവുക. ഈ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് ഉള്ളി മുറിച്ച് മടുപ്പ് വരുന്നൊരു സംഭവമാണ്. അങ്ങനെ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരാഴ്ചയോളായി കേട്ടാ. അപ്പം ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇത് അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ എൻ്റെ മൊബൈൽ നെറ്റ്വർക്കിൽ അപ്ലോഡ് ആവുന്നില്ല, എത്ര കളിച്ചിട്ടും അപ്ലോഡ് ആവുന്നില്ല. ഇങ്ങനെ വെയിറ്റിംഗ് എന്നാ കാണിക്കുന്നുണ്ടായത്. അപ്പോൾ വീട്ടിൽ വന്നവരാണ് കേട്ടാ അപ്ലോഡ് ആയത്. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ചധികം ദിവസം വീഡിയോസും അപ്ലോഡ് ആക്കാൻ പറ്റാത്തത്. റേഞ്ചിന്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണ് കേട്ടോ കുറച്ച് ഡിലേ ആയി പോയത്. പിന്നെ ഈ ഒരു നോമ്പിന്റെ ടൈം ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചധികം ടാസ്കുള്ള പണിയാണ് കേട്ടോ. നമ്മളിപ്പോ കുക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിൽ തന്നെ പെട്ടെന്ന് പണി തീർക്കാനല്ലേ നോക്കുക. അപ്പൊ ഫോണും പിടിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെയെല്ലാം നിന്ന് കഴിഞ്ഞാല് പിന്നെ അത് നേരെ ഡബിൾ ടൈം വേണം. അപ്പൊ എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഡിലേ ആകും. പിന്നെ നമ്മളെ ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിൽ തന്നെ ഒരു എന്തോ തോന്നണില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. പിന്നെ അങ്ങനെ എപ്പെങ്കിലെല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയെല്ലാം ജസ്റ്റ് എടുത്തതാണ്. അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ എടുക്കുന്ന ടൈമൊന്നും അങ്ങനെ ഡേ ഇൻ മൈ ലൈഫായിട്ട് അപ്ലോഡ് ആക്കാൻ വേണ്ടി പറ്റിയ ടൈപ്പ് വീഡിയോ ആണെന്ന് തോന്നിയിട്ടില്ലേനു. അങ്ങനെ കുറച്ച് ക്ലിപ്സ് എല്ലാം അങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടാ. നോക്കുമ്പോൾ അങ്ങനെ എന്തായാലും അങ്ങനെ എടുത്തതെല്ലാം അപ്ലോഡ് ആക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്ലോഡ് ആക്കിയതാണ്. അങ്ങനെ ഇതാ ഉള്ളി മൊത്തത്തിൽ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളിയോ ഇങ്ങനത്തെ ക്ലീൻ ആക്കുന്ന സംഭവങ്ങളെല്ലാം ചെയ്യുന്ന ആ ഒരു ടൈം എന്തെങ്കിലും വേറൊരു പാത്രമോ എന്തെങ്കിലും ട്രേയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് അതിന്റെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പകുതിയിലധികം സമയം ലാഭിക്കാം കേട്ടാ. ഇപ്പൊ നമ്മൾ അവിടെ തന്നെ എല്ലാ ഇങ്ങനെ തോലും കാര്യങ്ങളും വേസ്റ്റും എല്ലാം ഇട്ട് കഴിഞ്ഞാല് നമുക്ക് അത് ക്ലീൻ ആക്കാനും വേറെ തന്നെ ഒരു ടൈം വേണം. അതുകൊണ്ട് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് വേസ്റ്റ് എല്ലാം അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലീൻ ആക്കേണ്ട കുറച്ച് ടൈം അവിടെ നമുക്ക് ലാഭിക്കാം കേട്ടാ. ഇനി ഇതാ ഉള്ളി കട്ട് ചെയ്യണം, മസാലക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ ഇത്രയും ഉള്ളി ക്ലീൻ ആക്കി വെച്ചത്. ഇനി ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോപ്പറാണ് യൂസ് ആക്കല്. അപ്പൊ നമ്മൾ മസാലക്ക് എപ്പോഴും ചോപ്പർ തന്നെയാണ് കേട്ടാ. നമുക്കായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഉള്ളിയില്ലേ കുറച്ച് വലിയ സൈസ്, അതിങ്ങനെ കടിക്കുമ്പോൾ ആർക്കും ഇഷ്ടമല്ല. ചോപ്പ് ചെയ്താൽ നല്ല ഫൈനായിട്ട് ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പൊ മസാല നല്ല ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ചോപ്പ് ചെയ്ത ഉള്ളി കൊണ്ടുണ്ടാക്കിയ മസാല ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നമുക്കതാണ് ഏറ്റവും ഇഷ്ടം. ആ ഒരു ഉള്ളിയാണ് എന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള മസാല ഇല്ലേ, അപ്പോൾ അതാണ് ഇഷ്ടം. അപ്പൊ ഈ ഒരു ചോപ്പർ ഉണ്ടാ 120 രൂപക്കാ മറ്റോ ഫ്ലിപ്കാർട്ടിന് വാങ്ങിച്ചതാണ്.
നല്ല ചോപ്പറാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, കുറേ അധികം ക്വാണ്ടിറ്റിയും ഇതിൽ കൊള്ളും കേട്ടോ. നിറച്ചും ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാലും നല്ല ഫൈനായിട്ട് അരക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഇതിന് മുന്നേ ഉള്ള ചോപ്പറിൽ ഒരു പകുതിയിൽ കുറവ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ വലിക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടേനു. അപ്പോൾ അതിന്റെ ത്രെഡ് പൊട്ടിപ്പോയിട്ട് രണ്ടാമത് വാങ്ങിച്ചതേനു. ഇതന്നെ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളമായി. ഇതുവരെ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. ബ്ലേഡിനാണെങ്കിലും എല്ലാം നല്ല മൂർച്ചയെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ആ ചോപ്പർ ഇല്ലാണ്ട് നമുക്ക് നടക്കുകയേ ചെയ്യില്ല. എന്തായാലും ഒന്ന് പോകുമ്പോൾ ഒന്ന് വാങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മസാല ആക്കാൻ തന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത ഉള്ളിയുള്ള മസാല കഴിക്കുമ്പോൾ എന്തോ ഒരു പോലെയാണ്. ഉള്ളി ആണെങ്കിലും പിന്നെ ഈ മസാല ആക്കുന്ന ടൈപ്പ് ഉള്ളിയാണെങ്കിലും പിന്നെ വറവാണെങ്കിലും എല്ലാം നമ്മൾ അധികം ചോപ്പർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചോപ്പ് ചെയ്തിട്ട് യൂസ് ആക്കല്. അപ്പൊ ഇതാ ഇങ്ങനെ ഇത്രയും കുറെ ക്വാണ്ടിറ്റി അതിലിട്ടിട്ടും പെട്ടെന്ന് ഇങ്ങനെ വലിച്ച് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ ഇതാ ഉള്ളി മുറിക്കലെല്ലാം പെട്ടെന്ന് തീർക്കുന്നുണ്ട് കേട്ടോ. മോൾ ഇറങ്ങുന്ന ടൈമിൽ എനിക്ക് ഇങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റൂ, അല്ലെങ്കിൽ അടുത്ത് വന്ന് കുൽമാലാക്കും. അപ്പോൾ എന്ത് പണി ഞാൻ തുടങ്ങി വെച്ചാലും അതങ്ങനെ പകുതി കെട്ടി പോകേണ്ടി വരുന്നുണ്ട് കേട്ടാ. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും തട്ടേണ്ടി വരുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരാ. ഞാൻ വെറുതെ ഇരിക്കുന്ന ടൈം ആളിങ്ങനെ കളിച്ചോളും കേട്ടാ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന ടൈമായിരിക്കും എന്തെങ്കിലും എല്ലാം ആവശ്യം പറഞ്ഞിട്ട് വരാ. അങ്ങനെ എല്ലാം സ്പീഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ഡേ മൈ ലൈഫ് ഒന്നും മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റാണ്ടുന്നത്. പെട്ടെന്ന് പണി തീർത്തിട്ട് ഓടാനുള്ള രീതിക്കാണ് കേട്ടാ ഉണ്ടായത്. അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ നോമ്പ് തുറക്കാനാകുന്ന ടൈം ഉമ്മ ഇവിടെ നിന്ന് ബത്തക്ക മുറിക്കുന്നുണ്ട്. അപ്പോൾ ബത്തക്ക മെയിൻ അല്ലേ, ഇപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ബത്തക്ക ഇല്ലാത്ത ഒരു നോമ്പ് തുറ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാ. പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടേനും കറുപ്പും പച്ചയും. അപ്പോൾ അതും കൂടി ഇങ്ങനെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. അന്നേരം വിചാരിച്ചു, മുന്തിരി കണ്ടപ്പം വിചാരിച്ചു ഒരു സ്പെഷ്യൽ ലൈം ഉണ്ടാക്കാന്ന്. അപ്പൊ അതിനായിട്ട് 2 ലൈം ഇങ്ങനെ പീഞ്ഞ് അതിന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15ഓളം കറുത്ത മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് നല്ല ടേസ്റ്റാണ്. നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ആക്കി നോക്കുക. അപ്പൊ മുന്തിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബത്തക്ക എടുക്കാം കേട്ടോ. അപ്പൊ മുന്തിരി ആയാലും ബത്തക്ക ആയാലും ടേസ്റ്റിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, ആ ഒരു ഫ്ലേവർ കിട്ടുന്നേ ഉള്ളൂ. ഇത് കുരുവില്ലാത്ത ആ ഒരു ടൈപ്പില്ലേ, നല്ല മധുരമുള്ള നമ്മൾ കഴിക്കുന്ന ടൈപ്പ് ഓഫ് മുന്തിരിയാണ്. അപ്പോൾ അത് ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതുണ്ടെങ്കിൽ അതന്നെ ചേർക്കുക. ജ്യൂസ് അടിക്കുന്ന ആ ഒരു ടൈപ്പ് ചേർത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നിങ്ങളുടെ കയ്യിൽ ഏത് മുന്തിരിയാണോ ഉള്ളത്, മുന്തിരി അല്ലെങ്കിൽ ബത്തൊക്കെ ചേർക്കുക. അങ്ങനെ മുന്തിരിയും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുവുള്ള ടൈപ്പ് മുന്തിരിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മളിത് അരിച്ചിട്ട് എടുക്കുന്നതാണ്. ഈ ഒരു സിറപ്പ് പിന്നെ അരിച്ചെടുത്തിട്ട് അതിൽ ലൈമും കൂടി ചേർത്ത് കട്ടയും കൂടി ചേർത്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ലൈമ് വെറൈറ്റി ആയിട്ട് കുടിക്കണം നല്ല ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെയെല്ലാം ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. അങ്ങനെ ഇത് ലൈമെല്ലാം ചേർത്തതല്ലേ, അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന ടൈം തന്നെ കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിസ്കാരെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായത്. നമ്മൾ വേറെ ജ്യൂസ് എല്ലാം ആക്കിയിട്ടുണ്ടേനു. അപ്പം ഇത് പെട്ടെന്ന് അങ്ങനെ മുന്തിരി കണ്ടപ്പം ആക്കണമെന്ന് തോന്നിയിട്ട് ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ടാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ തണുത്ത ടൈം തണുപ്പിച്ച് നല്ല ആ ഒരു തണുപ്പോട് കൂടി കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇതാ വെറുതെ ഒരു എന്തായാലും വീഡിയോ എടുത്തതല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഇങ്ങനെ ഒഴിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗ്ലാസ്സിലെല്ലാം അങ്ങനെ ഒഴിച്ചു വന്നിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ. കണ്ടാൽ നല്ല കണ്ണാടി പോലത്തെ ഒരു ലൈമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം ആക്കി നോക്കുക. അപ്പോൾ ഇതാ പിന്നെ അധിക വീഡിയോസൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. നോമ്പ് തുറന്നിട്ടുള്ള വിശേഷങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടായത് ഇറച്ചിപ്പത്തിലും പിന്നെ ഉന്നക്കായുമാണ്. അപ്പോൾ ദോശ ചുട്ടിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് ഇറച്ചിപ്പത്തിരില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.